വായിലിട്ട് അലിഞ്ഞു പോകുന്ന പറയുന്നത് എത്ര സത്യമല്ലേ. ഈ കാണുന്ന സാധനമില്ലേ അത്രക്ക് സോഫ്റ്റ്, വായിലിട്ടതേ ഓർമ്മയുള്ളൂ. നമ്മൾ ലാസ്റ്റ് ട്രൈ ചെയ്ത ഓരോ കേക്ക് അത്യാവശ്യം വിജയകരമായി പൂർത്തിയായി. അത് പ്രമാണിച്ച് നമുക്ക് ഇത്തവണ ബൂസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കിയാൽ 4 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് കിട്ടിയിലും സോഫ്റ്റ് പുഡിംഗ് ഉണ്ടാക്കാം കേട്ടോ. ഇത്തവണയും കെറ്റിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഹോസ്റ്റലേഴ്സിന് ട്രൈ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ പാലിൽ കുറച്ച് പഞ്ചസാര എടുത്ത് തളിപ്പ്, അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇടാം. ഞാനിവിടെ 5 രൂപന്റെ 3 പാക്കറ്റ് ബൂസ്റ്റ് ആണ് പാലിട്ട്. പിന്നെ അത് ചൂടാണെങ്കിൽ മാറ്റി വെക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ കഥാനായകനായ ചൈന ഗ്രാസിനെ വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. പിന്നെ എന്താ നമ്മുടെ ബൂസ്റ്റിലേക്ക് തിളപ്പിച്ച് വെച്ച ചൈന ഗ്രാസ് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ. സാധനം അങ്ങ് സെറ്റ് ആയി. ഇത് ഏത് പാത്രത്തിലാണ് വേണ്ടത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മിനിമം ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തെടുത്ത് വെച്ചാലും അങ്ങനെ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കേക്ക് സെറ്റായ ഒരു അഹങ്കാരത്തിലാണ് ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താവുന്ന എനിക്ക് ഒരു ഐഡിയ ഉണ്ടായി. സാധനം നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടായി. അതുകൊണ്ട് എന്ത് കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടി അടുത്ത എന്തെങ്കിലും ട്രൈ ചെയ്യാൻ. അപ്പൊ നമുക്ക് സെറ്റായ നമ്മള് പുഡിങ്ങിന്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി നമ്മള് ബൂസ്റ്റ് നമുക്കൊന്ന് ടോപ്പിംഗ്സ് ആയിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നോക്കി നിങ്ങൾ എന്ത് അടിപൊളിയായിട്ട് നമ്മള് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. എന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോവുക, അത്രയും സോഫ്റ്റാ. അതായത് വെറും 4 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഇതേപോലത്തെ കിഡിലും പുഡിങ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ബൂസ്റ്റ് വീട്ടിലുള്ളവര് ഒന്നും നോക്കണ്ട, ഇത് ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പറയണേ. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ശരി, ബൈ.